ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. പൂമുഖത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരനായ വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലവൻ. നമസ്കാരം. ഇത് നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ചോദ്യം മാത്യു എബ്രഹാം എന്ന് പറയുന്ന ഒരു ആളാണ് നമ്മോടൊപ്പം ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സാറിന് മനസ്സിലാകുന്നത് അത് അപകടങ്ങൾ പതിയിരിക്കുന്നതാണ്. എനിക്ക് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലായത്. അതായത് അദ്ദേഹത്തിന്റെ വീടിന്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് ദർശനം. ഈ പടിഞ്ഞാറ് ദർശനമായിട്ട് വരുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ സഹോദരങ്ങൾ തമ്മിൽ, രണ്ട് തൊട്ടടുത്ത വസ്തുക്കളാണ്, സഹോദരങ്ങൾ തമ്മിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഷെയർ വന്നപ്പോൾ പുള്ളിയുടെ കോമ്പൗണ്ടിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ മതിൽ കെട്ടി തിരിച്ചു വെക്കണമോ, അല്ലെങ്കിൽ ഇവിടെ കിണർ സ്ഥാനം ഇരിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. അപ്പൊ കിണർ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് പടിഞ്ഞാറ് തെക്ക് മൂല ഭാഗത്തായിട്ടാണ് കിണർ വരുന്നതെന്നാണ് പുള്ളിയുടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കിയെടുക്കുക, കാരണം ഇനി അല്ലെങ്കിൽ നമുക്ക് സൈറ്റ് കൂടെ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന കാര്യം, തെക്ക് പടിഞ്ഞാറ് വശത്തു കൂടെ ഗേറ്റ് ഇട്ട് വഴി ആക്കാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ആദ്യം കിണർ പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം, അല്ലെങ്കിൽ കണ്ടിരിക്കും. അപ്പൊ കിണറിൽ അദ്ദേഹം ചോദിച്ചു പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് സൈഡിലാണ് കിണർ ഇരിക്കുന്നത്. അപ്പൊ അത് മൂലയാണോ ഇല്ലയെന്നുള്ള നമുക്ക് സ്ഥലം വയ്ക്കണം. അതിന്റെ മുമ്പിൽ മതിൽ കെട്ടി അതിനെ തിരിക്കണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കയ്യാല കെട്ടി തിരിക്കണോ എന്നാണ് ചോദിച്ചത്. മനസ്സിലായി. അത് പറയാം. ഇതിപ്പോൾ ഈ കിണറിന്റെ പ്രശ്നം, ഈ അതിരിൽ കിണർ വരണത് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകം ഒന്നോ രണ്ടോ വീട് അതിനകത്ത് വയ്ക്കുമ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ചില കിണറുണ്ടാകും. ആ കിണർ അത്രത്തോളം എത്ര തന്നെ അടുത്ത കിണർ എടുത്തു വന്നാലും അത്രത്തോളം ഊറ്റ് മറ്റുള്ളതൊന്നും കിട്ടാത്ത അവസ്ഥകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നിലനിർത്തിയിട്ട് അതിന് പമ്പ് സെറ്റ് ചെയ്ത് വെള്ളം എടുക്കുക, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആധികാരികമായത് കാര്യം നമുക്ക് പറയാം. അതായത് നമുക്ക് ഒരു വ്യക്തി താമസിക്കുന്നതാണെങ്കിൽ ഒരു വീടിന് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കിണർ വരുന്നതാണ് ഏറ്റവും ഐശ്വര്യം. വടക്കെന്ന് വെച്ചാൽ വടക്കിൻ്റെ മധ്യം മുതൽ കിഴക്കിൻ്റെ മധ്യം വരെ വരാം, അല്ലെങ്കിൽ കിഴക്കിൻ്റെ മധ്യം എടുത്തിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വടക്കിൻ്റെ മധ്യം വരെ വരാം. മകരം, കുംഭം, മീനം, മേടൻ രാശികളിൽ കിണർ വരുന്നതാണ് ഏറ്റവും ഐശ്വര്യം. ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ ഒരു പ്ലാനെല്ലാം വരച്ച് കൊണ്ടുവന്നപ്പോൾ എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ, സാർ ഇങ്ങനെയാണ് സംഭവം നിൽക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അതായത് അനുജനും ജ്യേഷ്ഠനും രണ്ടായിട്ട് ഭാഗിച്ചു കുടുംബത്തിലെ കിണർ ഇവരെ കറക്റ്റ് നടുക്ക് വന്നു. ആ കിണറിൻ്റെ നടുക്കാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്നറിയാം, ആ കിണർ അപ്പുറവും ഇപ്പുറവും വരത്തക്കയിലാക്കിയിട്ട് ആ രണ്ട് സൈഡും മയിൽ മുട്ടിച്ചെടുത്തിട്ട് രണ്ടുപേരും പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരാളിന് ആ വ്യക്തിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് വന്നത്. കറക്റ്റ് കന്നിമൂലമാണ്, കുഴിപ്പാടിലെ കിണർ പാടിലെ ആളുകൾ. അപ്പോൾ ഇത് വല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ആളിന് കറക്റ്റ് രാശി ഒത്തു വരികയാണ്. അപ്പോൾ ഇയാൾക്കാണ് നേരെ കുഴപ്പം രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ മതിൽ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കെട്ടി വെക്കാം. ഞാൻ അതിന് പ്രശ്നമില്ല, ആ കന്നിമൂല പിന്നെ കുറച്ച് മടങ്ങി വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു 5 അടി പൊക്കത്തിൽ ഒരു മതിൽ കെട്ടി മറിച്ചിട്ട് ഫുള്ളായിട്ട് അവർക്ക് വരത്തൊക്കെ വിട്ടു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം പമ്പ് സെറ്റ് വെച്ചെടുക്കാമല്ലോ. കിണർ പരിപൂർണ്ണമായിട്ട് അവർക്ക് തന്നെ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പമ്പ് സെറ്റ് വെച്ച് ഉള്ളെടുക്കത്തെങ്കിലും സംവിധാനം ചെയ്യുക. അങ്ങനെ വലിയ സന്തോഷമായി ഇപ്പോൾ ആ രീതിയിലെടുത്ത്. അല്ലാതെ രണ്ടുപേരും കൂടെ എടുത്തിട്ട് ഈ ദോഷം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ മറ്റുള്ള പല രീതിയിൽ ഇതുപോലെയാണെങ്കിൽ തന്നെ. പിന്നെ കോമൺ ആയിട്ടൊരു കിണർ ചില ആൾക്കാർ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ 4-5 അംഗങ്ങളെ ഉള്ള ആൾക്കാർ ഒരു ഏകദേശം 1 ഏക്കർ ഭൂമികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഏതെങ്കിലും നല്ല ഒരിക്കലും പറ്റാത്ത കിണറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടെ തന്നെ അവിടെ നിന്ന് പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുക്കുക. നമ്മുടെ ഇവിടെ പിന്നെ വാട്ടർ വെള്ളം എവിടുന്നേ വരണം, വെള്ളം പൈപ്പ് ലൈനിൽ കൂടെ. അതുകൊണ്ട് അങ്ങനെ വെച്ചെടുക്കുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെ കുഴിച്ചാൽ വെള്ളം ഉപയോഗിക്കുക, അതൊന്നുമില്ല. നമുക്ക് അങ്ങനെ എടുക്കുന്ന തടസ്സമൊന്നുമില്ല. കൂട്ടുകുടുംബം പോലെയൊക്കെയുള്ളവർക്ക് ഒരു വീട് പ്രത്യേകം വയ്ക്കുമ്പോൾ നല്ലൊരു കിണറുണ്ടെങ്കിൽ അവിടെ നിന്ന് 3-4 പേർക്ക് പമ്പ് സെറ്റ് വെച്ച് വെള്ളം ഇവരെ കോമ്പൗണ്ടിൽ കൊണ്ടുവരുന്നതിന് നിയമ തടസ്സമില്ല. നല്ലതേ ഉള്ളൂ, അങ്ങനെ ചെയ്യാം. അതെ, അത് കിണറിന് ശരിക്കും ഇപ്പം നമുക്കൊരു വീട് വയ്ക്കുകയാണ്. ഉദാഹരണം, പിന്നെ കിഴക്ക് ദർശനമായിട്ടൊരു വീട് വയ്ക്കുകയാണ്. കിഴക്ക് ദർശനമുള്ളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ അതിന് വടക്ക് കിഴക്ക് ഭാഗമായിട്ട് ഒരു കിണറെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. കിഴക്ക് മീനൻ രാശിയിൽ അല്ലെങ്കിൽ വടക്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് കുംഭൻ രാശിയിൽ കിണറെടുക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും ചില അസൗകര്യം കിടപ്പോൾ സ്വല്പം ലെഫ്റ്റോ റൈറ്റോ മാറിയെങ്കിലും
ഈ രാശികൾ മാറുന്നല്ല വേറെ ദോഷം വരാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞതും. ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വ്യക്തം എന്ന് പറഞ്ഞാൽ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് വരികയും കിഴക്കിൻ്റെ മദ്യം വരെ വരാം. മനസ്സിലായല്ലോ? വടക്കിൻ്റെ മദ്യവും കിഴക്കിൻ്റെ മദ്യം, അത് അങ്ങനെ ആ രാഗത്ത് നമുക്ക് കിഴക്ക് ദർശനമല്ല മറ്റ് ഏത് ദർശനമായിരുന്നിരുന്നാലും ഇത് തന്നെയാണ്. അതുപോലെ അതിൽ മൂലയിൽ നിന്ന് കുറച്ച് ദൂരം വിടേണ്ടതുണ്ടല്ലോ. അത് കോടി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ആ കോണിനോട് ബന്ധപ്പെട്ട് പോരുത്, അതേ ഉള്ളൂ. അല്ല വേറെ തടസ്സമൊന്നുമില്ല. അത് ഞാൻ ഈ പറഞ്ഞ തന്നെയാണ്. വീട് കിഴക്ക് ദർശനം എന്നാലും തെക്ക് ദർശനം എന്നാലും പടിഞ്ഞാറ് ദർശനം വടക്ക് ദർശനമായിരുന്നാലും ഈ കിണറെടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞത് ഈ ഭാഗങ്ങൾ തന്നെയാണ്. പിന്നെ ചില ആൾക്കാർ എവിടെയെങ്കിലും കൊണ്ട് കിണർ ഒഴിച്ചിട്ട് നമുക്കത് മതിൽ കെട്ടിക്കാൻ അത് മതിലൊക്കെ കെട്ടി മറിക്കുക എന്ന് പറഞ്ഞിരുന്നാൽ വേറെ വഴികളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള പ്രക്രിയയിലേക്ക് പോകാവൂ. തീർച്ചയായും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കിണർ എന്ന് പറയുന്നത് ഏറ്റവും അഭിവാജ്യമായിട്ടുള്ള ഒന്നാണ്. സ്ഥാനം മാറി കിണർ വന്നു കഴിഞ്ഞാൽ ദോഷം എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്ത ദോഷം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യം വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ സ്ഥാനം അനുസരിച്ച്, കാരണം വെള്ളത്തിന്റെ ലഭ്യതയും അതിനനുസരിച്ചാണല്ലോ. കാരണം ആ സ്ഥാനം അനുസരിച്ചാണ്. ഇല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ ചിലപ്പോൾ വെള്ളമില്ലാതായി കൺട്രോളിന് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഏതായാലും ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ പൂർത്തിയാക്കാൻ സമയമായിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വലിയ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഈ നമ്പറിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. നമസ്കാരം.